മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ മറ്റന്നാ ഈ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് 3 ദിവസമാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടായത്. അപ്പൊ അതിനകത്ത് തന്നെ നമ്മുടെ അഡ്മിഷൻസ് മൊത്തം എന്ത് ചെയ്ത് ഏതാണ്ട് ഫില്ലായിരുന്നു. അപ്പൊ ഈ ബാച്ച് ഗ്രാൻഡ് സക്സസ് ആക്കി തന്നതിന് എല്ലാവരോടും എന്ത് പറയുന്നു, ഒരു അകമഴിഞ്ഞ താങ്ക്സ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി താമസിക്കേണ്ട, നിങ്ങൾക്ക് ഇന്നും നാളെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. എന്താണ് സൂപ്പർ നോട്ട്സിന്റെ പ്രത്യേകത? ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത്. സാധാരണ നമ്മൾ 2 ദിവസത്തിനകത്ത് ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്ന അങ്ങനെ ഒരു ഷോയൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. അതായത് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. മലയാളം ആണെങ്കിൽ എന്ത് ചെയ്യാം, മലയാളം ചൂസ് ചെയ്യാം. അത് ഡിഫറെന്റ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ 2 ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വരുന്നത്. ഇത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സും. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം. അതായത് CBT മോഡൽ എങ്ങനെയാണോ റെയിൽവേ എക്സാമിന് വരുന്നത്, അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മലയാളത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ മൂന്നാമതായിട്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നമ്മളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിന് എല്ലാ സൗകര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പല കുട്ടികളും അവർ ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ എടുക്കുന്നു, അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവുന്ന സങ്കല്പിച്ചോ അവരങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ പിന്നെ ആരും എന്ത് ചെയ്യത്തില്ല, ഫോൺ എടുക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരോടും നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മുടെ വിഷൻ ഇങ്ങനെയാണ്, എല്ലാവരോടും പറഞ്ഞേക്കുന്നത്, ഒരു കുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. അതിലെ എല്ലാ നമ്പേഴ്സും എപ്പോഴായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. അതായത് രാത്രി 9:30 മണി വരെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലോ എന്ത് കൺസേൺ ഉണ്ടെങ്കിലോ എന്നെ വരെ എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ബാച്ചിലും ഞാൻ എന്റെ നമ്പർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സാധാരണ അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാറില്ല. എങ്ങനെ, എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഒരു കംപ്ലൈന്റ് ആയിക്കോട്ടെ, ഒരു ഇഷ്യൂ ആയിക്കോട്ടെ. നമ്മുടെ ബാച്ചിന്റെ ഒരു സൂപ്പർ നോട്ട്സിന്റെ പ്രത്യേകത തന്നെ ഇതാണ്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ എല്ലാ ബാച്ചിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ നമ്മുടെ ക്വാളിറ്റി ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മളിപ്പോൾ ഡിഗ്രി ലെവലിന്റെ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യം പഠിക്കേണ്ട 50 ടോപ്പിക്കുകൾ, അതിന്റെ ഏറ്റവും മികച്ച നോട്ട്, NCERT റെഫറൻസ്, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ആ തലത്തിലാണ് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കണം അത് ഡെലിവർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു വിഷനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ആയിക്കോട്ടെ, ബാക്കി എല്ലാം നമ്മുടെ ഈ ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസ് കൊണ്ട് വരും 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത രണ്ടാമതായിട്ട് പറയാനുള്ളത്, കറക്ഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആണ്. അതായത് കറക്ഷൻ വിൻഡോ 13-ാം തീയതി വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് മാറിപ്പോയി. മക്കളെ, ഒരുപാട് പേര് പോസ്റ്റ് പ്രിഫറൻസ് നോക്കാതെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് നല്ലോണം നോക്കിയിട്ടായിരിക്കത്തില്ല വെച്ചേക്കുന്നത്. അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് മാറ്റാം. അപ്പൊ അതിനൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. മറ്റന്നാൾ വരെ എന്താണ് ഈ പോസ്റ്റ് പ്രിഫറൻസ്, ബാക്കിയെല്ലാം കറക്ഷൻ വിൻഡോ മാറ്റാനായിട്ട് ഓപ്പൺ ആണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. മാത്രമല്ല ബ്ലാക്ക് ഇങ്കിലാണ് സൈൻ പോവേണ്ടത്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാറ്റാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കറക്റ്റ് ആണോ എന്ന് വെരിഫിക്കേഷൻ നടത്താം. അതിനുശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരിക്കലും നിർത്താത്ത പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജോലി കിട്ടാത്ത, പ്രിപ്പയർ ചെയ്തിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചിലർ എന്ത് ചെയ്യും, ആദ്യം തന്നെ ചിലരങ്ങ് നിർത്തും. ചില ആൾക്കാർ പകുതിക്ക് എന്ത് ചെയ്യും, അങ്ങ് നിർത്തും. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങ് അറ്റം വരെ വർക്ക് ചെയ്യും, അവസാനം വരെ പൊരുതും. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, സക്സസ് എന്ന സാധനം എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്, ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ദൈവം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു ബ്ലാങ്ക് മൈൻഡിൽ നിങ്ങൾ നിൽക്കുക. എന്താ ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ അടുത്ത് PSC പഠിക്കാൻ തുടങ്ങിയാണെന്ന് സങ്കല്പിച്ചോ. ഇനി ഈ വർഷം അവസാനം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ബിവറേജ് LD ആയിക്കോട്ടെ, ഈ നോട്ടിഫിക്കേഷനൊക്കെ ഈ വർഷം ലാസ്റ്റ് വരും. 2026 ഇതിന്റെയൊക്കെ എക്സാം നടക്കും. 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. 2030 വരെ കാലാവധിയുണ്ട്. അപ്പൊ നിങ്ങളൊരു PSC എക്സാമിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുന്ന വർഷം 2028, 29, 30 ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ
നിങ്ങളൊരു 3 മാസം ഒന്ന് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു 3.5 മാസം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം അവസാനം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിലേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. സോ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 3 മാസം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മക്കളെ. 3 മാസം നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ മറ്റൊരു തലത്തിലേക്ക് അങ്ങ് മാറും, രക്ഷപ്പെടും. ഓക്കെ, അങ്ങനെ ഒരു ചാൻസ് തരികയാണെങ്കിൽ ആ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നമ്മളിലേക്ക് ജോയിൻ ചെയ്യുകയോ ജോയിൻ ചെയ്യാത്തതോ അതല്ല, അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, എവിടെ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഒരു പ്രശ്നവും എവിടെ വേണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല ക്ലാസ് വരുന്നത് നിങ്ങൾ, അതായത് ഓരോ സ്ഥലത്തും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കാം അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളാണോ വരുന്നത്. ഓക്കെ, അതായത് എനിക്ക് ആ ക്ലാസ് ഇപ്പൊ എല്ലാവരും അവരുടെ ഡെമോ ക്ലാസ്സസ് യൂട്യൂബിലും ബാക്കിയെല്ലാം തരും. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ എല്ലാ ക്ലാസ്സസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് തളർന്നു പോയാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? അത് കഴിഞ്ഞ് നല്ല നോട്ട്സ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്? എന്ന് വെച്ചാൽ പല സ്ഥലത്തും ഈ നോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും ഈ ക്ലാസ് എടുക്കുന്ന PPT എന്താണോ അതിനെടുത്ത് നോട്ടായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ട് 2 ദിവസം കഴിഞ്ഞായിരിക്കും നോട്ട് വരുന്നത്. ഓക്കെ, ചിലപ്പോൾ പ്രോപ്പർ നോട്ട് ആയിരിക്കത്തില്ല. ആ നോട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെന്ത് ചെയ്യുക? അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എവിടെ വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല ക്ലാസ് ആയിരിക്കണം, നല്ല നോട്ട്സ് ആയിരിക്കണം, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരണം. പക്ഷേ എവിടെ ജോയിൻ ചെയ്താലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. അതായത് 3 മാസം ലൈഫ് ഒന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകുമെങ്കിൽ ആ 3 മാസം നമ്മൾ എഫേർട്ട് കൊടുക്കാൻ നമ്മൾ എന്തിനും മടിക്കണം? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? തുടങ്ങാം. നന്നായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്, എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്ന ഇതാണ്. അതായത് ലോങ് ടേം എക്സാമിന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഇതേപോലുള്ള എക്സാംസിന് ഞാൻ പറയും, നിങ്ങൾക്ക് 3 മാസം ഇപ്പോൾ ജീവിക്കാൻ പറ്റും. അതായത് ജോലി പോയാലും നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്രോതസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? റവന്യൂ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫോർ എക്സാമ്പിൾ, അതായത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യമുള്ള ജീവിക്കാനല്ല. നമുക്ക് 3 മാസം ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള സൗകര്യം നമുക്കുണ്ടോ? ബാക്കിയെല്ലാം മാറ്റി വയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോലി അങ്ങ് വിടുക. എന്നിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക. 3 മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു തലത്തിലേക്ക് അങ്ങ് മാറും. മാത്രമല്ല നമ്മളൊന്ന് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിന്റെ കുറച്ചും കൂടെ വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് എന്റെ മനസ്സ് പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്, ഇത്രയും ജോലിയും ബാക്കിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഒരു എഫേർട്ട് എവിടെ കൊടുക്കാൻ പറ്റും? എന്റെ പ്രിപ്പറേഷന് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചിന്തിക്കേണ്ട, ഒന്നും വേണ്ട, അങ്ങ് വിട്ടേക്കുക, പ്രിപ്പറേഷൻ തുടങ്ങാം. അല്ലാതെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അവിടെ 8 മണിക്കൂറായിരിക്കും ജോലി വരുന്നത്. ബാക്കി മാറ്റി വെച്ചാലും 5 മണിക്കൂർ സമയമുണ്ട്. ഈ 5 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ കൊണ്ട് പറ്റാവുന്നത് തന്നെയാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക. ഈ വർഷം അവസാനം സർവീസിലേക്ക് കയറാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെറും 2990 രൂപയ്ക്ക് ഇന്നും നാളെയും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. നാളെ ഈ ബാച്ച് നമ്മളെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.